ഇപ്പോഴും ഒരു അപരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പാർട്ടിയെ പോലെ CPM ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തുകയാണ്. ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ക്രിമിനലുകൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുകയാണ്. ഇവരേത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഞങ്ങൾ നിയമസഭയിൽ ഇവർ ചോദിച്ചത്. ഇരുണ്ട യുഗത്തിലാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത്. എന്നിട്ട് മുഴുവൻ ആളുകളെ സംരക്ഷണം കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സീന എന്ന പെൺകുട്ടി അതിശക്തമായി ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്ന ദിവസമാണ് ഈ ബോംബ് ഇതിൻ്റെ ഭീതിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണ്. അവരുടെ അമ്മയെ വിളിച്ച് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം. സീനയ്ക്കും സീനയുടെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണം. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുകയാണ്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും. നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്തും ചെയ്യും, അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യും എന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവും അവസാനിച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു കേരളം കണ്ട, കേരളം ഞെട്ടിത്തെരിച്ച ഒരു കൊടും കൊലപാതകത്തിലെ പ്രതികളെയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അവർക്ക് ഇഷ്ടം പോലെ പരോൾ കൊടുക്കുക, ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അവരാണ് മെനു നിശ്ചയിക്കുന്നത്. ചൈനീസ് വേണോ, തണ്ടൂരി വേണോ, കേരള സ്റ്റൈൽ വേണോ എന്ന് തീരുമാനിക്കുന്നവരാണ് അവരുടെ ഭക്ഷണം ജയിലിൽ. അവരാവശ്യപ്പെടുന്ന ഭക്ഷണം, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ്. കാരണം പാർട്ടി പറഞ്ഞിട്ട് കൊലപാതകം നടത്തിയതല്ലേ. പാർട്ടി സംരക്ഷിക്കുകയാണ്, അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് ഇളവ് കൊടുക്കാൻ വരുന്ന അവസരത്തിൽ ഈ പേരുകൾ കൂടി തിരികെ കയറ്റിയിരിക്കുകയാണ്. അവർക്ക് കൂടി ഇളവ് കൊടുക്കാൻ, ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി വിധിയിലുണ്ട്. ആ വിധി ലംഘിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമം നടത്തിയിരിക്കുന്നത്. ജയിലധികൃതർ വെറുതെ കൊടുക്കില്ലല്ലോ ഇവരുടെ പേരുകൾ. സർക്കാർ സ്വാധീനിച്ചിട്ടും പാർട്ടി സ്വാധീനിച്ചിട്ടും ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ മടിക്കില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് മെസ്സേജ്. പഴയ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ഒരു കുറവുമില്ലെന്നാണ് മെസ്സേജ്. അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് തിരുത്താനല്ല, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് CPM വഴുതി വീഴുകയാണ്. വീണ്ടും പാഠം പഠിച്ചില്ല. ഉറപ്പായിട്ടും എല്ലാ വഴിയിലും പോകും, എല്ലാ വഴിയിലും രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും.